ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിലെ വൈസ് ചാൻസലർ നിയമനവുമായി ബന്ധപ്പെട്ട് നിർണായക നീക്കവുമായി ഗവർണർ സുപ്രീം കോടതിയിൽ. വൈസ് ചാൻസലർ നിയമന പ്രക്രിയയിൽ നിന്ന് മുഖ്യമന്ത്രിയെ നീക്കണമെന്നാണ് അദ്ദേഹത്തിന്റെ ആവശ്യം. സർക്കാരിനെ പാടെ ഒഴിവാക്കാനുള്ള ഗവർണർ നടപടി ഖേദകരമെന്നാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി അല്പം മുമ്പ് വാർത്താലേഖകരെ കണ്ടപ്പോൾ പറഞ്ഞത്. സംസ്ഥാന സർക്കാരിന് ആ സർവകലാശാലയിൽ ഉൾപ്പെടെ യാതൊരുവിധ അധികാരവുമില്ല എന്നൊക്കെ പറയുന്നത് വളരെ വലിയ മൂഢത്വമാണ് എന്നാണ് പറയാനുള്ളത്. തീർച്ചയായും ഇതുവരെ സംസ്ഥാനത്ത് നിലനിന്നു പോന്നിരുന്ന ഒരു ജനാധിപത്യ മര്യാദകളെയൊക്കെ ലംഘിക്കുന്ന രീതികളാണ് സമീപകാലത്ത് ബഹുമാനപ്പെട്ട ചാൻസലർമാരുടെ ഭാഗത്തുനിന്ന് കണ്ടുവരുന്നത്. അത് വളരെ കഷ്ടമാണ്. നമ്മുടെ സർവകലാശാലകളുടെ അക്കാദമിക് ഗുണനിലവാരം വർദ്ധിപ്പിക്കുന്ന കാര്യത്തിൽ കൈകോർത്ത് പിടിച്ച് മുന്നോട്ട് പോകുന്നതിന് പകരം കാലുഷ്യങ്ങൾ സൃഷ്ടിക്കുന്ന നടപടികളിൽ നിന്ന് ഏവരും പിന്തിരിയേണ്ടതാണ് എന്നാണ് പറയാനുള്ളത്. വിവാദങ്ങൾക്കിടെ സാങ്കേതിക സർവകലാശാല കേരള സർവകലാശാല സിൻഡിക്കേറ്റ് യോഗം ഇന്ന് ചേരും. ആർ അച്യുതൻ ചേരുകയാണ്. ഗവർണറുടെ ഹർജിയെക്കുറിച്ച് പറയാനും അതേപോലെ ഉമേഷ് ബാലകൃഷ്ണൻ തിരുവനന്തപുരത്തെ സിൻഡിക്കേറ്റ് യോഗങ്ങളെക്കുറിച്ചും പറയും. ആദ്യം അച്യുതനിലേക്ക്. അച്യുതൻ, ശരിക്കും ഓർക്കാപ്പുറത്താണ് ഗവർണറുടെ ഈ പുതിയ നീക്കം. വിശദാംശങ്ങൾ. SKN ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലയിലെ സ്ഥിരം VC നിയമനവുമായി ബന്ധപ്പെട്ട സർക്കാർ ചാൻസലർ തർക്കത്തിന് ഒരു പരിഹാരം കണ്ടുകൊണ്ടായിരുന്നു സുപ്രീം കോടതിയുടെ ജസ്റ്റിസ് JB പർദിവാലയുടെ ബെഞ്ച് ഒരു ഉത്തരവ് പുറപ്പെടുവിക്കുകയും മുൻ ജഡ്ജി സുധാൻഷു ധൂലിയെ ചെയർമാനാക്കിക്കൊണ്ട് ഒരു സെർച്ച് കമ്മിറ്റി രൂപീകരിക്കാനും ആ സെർച്ച് കമ്മിറ്റി നൽകുന്ന 3 പേരുടെ പാനൽ അത് മുഖ്യമന്ത്രിക്ക് കൈമാറുകയും മുഖ്യമന്ത്രി അതിൻ്റെ പരിഗണനാ ക്രമം തീരുമാനിച്ച് ചാൻസലർക്ക് നൽകുകയും വേണം. ഇതായിരുന്നു ആ ഉത്തരവിലൂടെ കോടതി പ്രസ്താവിച്ചത്. എന്നാൽ ഈ ഉത്തരവിലെ ചില ഭാഗങ്ങൾക്കെതിരെ കൂടിയാണ് ഇപ്പോൾ ഗവർണർ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. അതായത് നിയമന പ്രക്രിയയിൽ മുഖ്യമന്ത്രിയെ ഉൾപ്പെടുത്തിയത് നീക്കം ചെയ്യണം എന്നാണ് ഗവർണറുടെ ഹർജിയിലെ പ്രധാന ആവശ്യം. അതായത് പരിഗണനാ ക്രമം നിശ്ചയിക്കുവാൻ മുഖ്യമന്ത്രിയെ ചുമതലപ്പെടുത്തിയത് അത് നീക്കം ചെയ്യണം. ആ നിയമന പ്രക്രിയയിൽ നിന്ന് മുഖ്യമന്ത്രിയെ മാറ്റി നിർത്തണം എന്നൊരാവശ്യമാണ് ഗവർണർ ഉന്നയിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ UGC പ്രതിനിധിയെ ഉൾപ്പെടുത്തണം എന്നൊരാവശ്യം കൂടി ഗവർണർ നൽകിയ ഹർജിയിൽ പറയുന്നുണ്ട്. നേരത്തെ UGC പ്രതിനിധിയെ ഉൾപ്പെടുത്താം എന്നായിരുന്നു കോടതി അറിയിച്ചതെങ്കിലും അവസാനം സെർച്ച് കമ്മിറ്റി രൂപീകരണവുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങളിലേക്ക് അടുത്തപ്പോൾ മുൻ ജഡ്ജിയെ ചെയർമാനാക്കിക്കൊണ്ടായിരുന്നു ആ ഒരു തീരുമാനത്തിലേക്ക് കോടതി കടന്നത്. എന്നാൽ ഇപ്പോൾ ഗവർണർ ആവശ്യപ്പെടുന്നത് ഒരു UGC പ്രതിനിധിയെ കൂടി ഈ സെർച്ച് കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തണം എന്നൊരാവശ്യമാണ് മുൻപോട്ട് വച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ മുഖ്യമന്ത്രിയെ ഈ പ്രക്രിയയിൽ ഒരു തരത്തിലും ഉൾപ്പെടുത്തരുത് എന്നൊരാവശ്യം കൂടി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. നേരത്തെ കോടതി വ്യക്തമാക്കിയത് മുഖ്യമന്ത്രി നൽകുന്ന പരിഗണനാ ക്രമത്തിലുള്ള പേരുകൾ അതിൽ ഗവർണർക്ക് എന്തെങ്കിലും അപാകതകൾ തോന്നിയാൽ, അതിൽ എന്തെങ്കിലും പോരായ്മകൾ തോന്നിയാൽ കോടതിയെ സമീപിക്കാം. അക്കാര്യത്തിൽ ഈ ബെഞ്ചായിരിക്കും തീരുമാനമെടുക്കുക എന്നായിരുന്നു ജസ്റ്റിസ് JB പർദിവാല വ്യക്തമാക്കിയിരുന്നത്. പക്ഷേ നിലവിൽ ഇപ്പോൾ ഈ പ്രക്രിയയിൽ നിന്ന് തന്നെ മുഖ്യമന്ത്രിയെ മാറ്റി നിർത്തണം എന്നൊരു വിചിത്ര ആവശ്യമാണ് ഇപ്പോൾ ഗവർണർ ഈ ഹർജിയിലൂടെ ഉന്നയിച്ചിരിക്കുന്നത്. SKN. ഓക്കെ, അച്യുതനാണ് വിവരങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്ന്. ഇനി ഉമേഷ് ബാലകൃഷ്ണൻ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. കേരള സർവകലാശാല സിൻഡിക്കേറ്റ് യോഗം നടക്കാൻ പോകുന്നു. അതിനെക്കുറിച്ചാണ് ഉമേഷ് ബാലകൃഷ്ണൻ വിവരങ്ങൾ നൽകുന്നത്. ഉമേഷ്, പറയൂ, പാളയത്ത് എന്തെങ്കിലും നടക്കുമോ? പാളയത്തിൽ പട SKN ഇപ്പോൾ നടക്കാൻ സാധ്യതയില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഇപ്പോൾ ഈ ഒരു സിൻഡിക്കേറ്റ് യോഗം വിളിച്ചതിനോട് എതിർത്താണ് നിൽക്കുന്നത്. കാരണം സിൻഡിക്കേറ്റ് യോഗം വിളിച്ചത് VCയുടെ രജിസ്ട്രാറായ മിനി കാപ്പൻ വഴിയാണ്. മിനി കാപ്പൻ വഴി ഈ സിൻഡിക്കേറ്റ് യോഗം ചേരാനുള്ള കത്ത് നൽകിയത് നിയമവിരുദ്ധമാണ് എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ. ഇപ്പോൾ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ പ്രത്യേകമായി ഒരു യോഗം ചേരുന്നുണ്ട്. ആ യോഗ തീരുമാനപ്രകാരമായിരിക്കും 11 മണിക്ക് ചേരുന്ന സിൻഡിക്കേറ്റ് യോഗത്തിൽ പങ്കെടുക്കണമോ വേണ്ടിയോ എന്ന് തീരുമാനിക്കുക. പാർട്ടി നിർദ്ദേശം ഇത്തരത്തിൽ ഈ യോഗം ബഹിഷ്കരിക്കാൻ തന്നെയാണ്. കാരണം രജിസ്ട്രാർ KS അനിൽകുമാർ തന്നെ സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ അനുവദിക്കുന്നില്ല എന്ന് കാട്ടി കോടതിയെ സമീപിച്ചിട്ടുണ്ട്. കോടതിയിൽ നിന്ന് അനുകൂലമായ പരാമർശങ്ങൾ ഉണ്ടായെങ്കിലും അതിന്റെ വിധി ഉണ്ടായിട്ടില്ല. ഈ സാഹചര്യത്തിൽ മിനി കാപ്പൻ രജിസ്ട്രാർ എന്ന നിലയിൽ വിളിച്ച ഈ സിൻഡിക്കേറ്റ് യോഗത്തിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ മിനി കാപ്പനെ രജിസ്ട്രാറായി അംഗീകരിക്കുന്നതിന് തുല്യമാണ് എന്നാണ് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ വിലയിരുത്തുന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ സിൻഡിക്കേറ്റ് യോഗം കോറം തികയാതെ പിരിയേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകുമെന്നാണ് ലഭിക്കുന്ന സൂചന. അതേസമയം കേരള സാങ്കേതിക സർവകലാശാലയും ഇന്ന് സിൻഡിക്കേറ്റ് യോഗം ചേരുന്നു.
വരുന്നുണ്ട്. കേരള സാങ്കേതിക സർവകലാശാലയിൽ ശമ്പളം മുടങ്ങിയിട്ട് 2 മാസം കഴിഞ്ഞു. ജീവനക്കാർക്ക് ശമ്പളം ലഭിച്ചിട്ട് 2 മാസമായി. പെൻഷൻകാർക്ക് പെൻഷൻ മുടങ്ങിയിട്ട് 3 മാസവും. എന്തായാലും അത് ഓണത്തിന് മുൻപ് നൽകാനുള്ള അടിയന്തര ശ്രമങ്ങളാണ് നടക്കുന്നത്. ഇന്നലെ സ്റ്റാറ്റ്യൂട്ടറി ഫിനാൻസ് കമ്മിറ്റി യോഗം ചേർന്നിരുന്നു. അത് ചേർന്ന സാഹചര്യത്തിൽ ഇന്ന് സിൻഡിക്കേറ്റ് യോഗം കേരള സാങ്കേതിക സർവകലാശാലയിൽ ചേരും. ഇന്ന് അവർ ബജറ്റ് അംഗീകരിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ ശമ്പളം നൽകാനുള്ള നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകാനാണ് തീരുമാനം. SKN. ഉമേഷ് ബാലകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.